ഹലോ എവ്രി വൺ, എല്ലാവർക്കും മെറിൻസ് കിച്ചൺ ടേൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരികയല്ലേ, എന്നാൽ നമുക്കൊരു ട്രൈ കളർ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയാലോ? നോർത്ത് ഇന്ത്യൻ ഭാഷയിൽ തിരങ്ക ഡോക്ല. അപ്പം നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം എന്ന് നോക്കാം. 1.5 കപ്പ് റവ അല്ലെങ്കിൽ സൂജി, 1 കപ്പ് ദഹി, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, 1 ഗ്രീൻ ചില്ലി, സ്മോൾ ജിഞ്ചർ പീസ്, ക്യാരറ്റ്, റെഡ് ചില്ലി, സ്മോൾ ജിഞ്ചർ പീസ്, കുറച്ച് ഓയിൽ, ഷുഗർ, സോൾട്ട്, ഈനോ, ലെമൺ ജ്യൂസ്. ആദ്യമായിട്ട് നമുക്ക് ഈ റവയിൽ തൈരും ലെമൺ ജ്യൂസ്, 1.5 ടീസ്പൂൺ സോൾട്ട്, 3 ടീസ്പൂൺ ഷുഗർ, 3 ടീസ്പൂൺ ഓയിൽ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നല്ല തിക്ക് ബാറ്ററാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. ശകലം പോലും വെള്ളം കൂടി പോയരുത്. നമുക്കിതിനകത്ത് കളേഴ്സ് ആഡ് ചെയ്യേണ്ടതാണല്ലോ. ഇനി ഇത് നമുക്ക് മിനിമം 15 മിനിറ്റ് റൈസ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ കളറും ഓറഞ്ച് കളറും ഉണ്ടാക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു പാർട്ടിനകത്ത് നമുക്ക് ഓറഞ്ച് കളർ, ഒരെണ്ണത്തിനകത്ത് ഗ്രീൻ കളർ, ഒരെണ്ണത്തിനകത്ത് വൈറ്റ്. അപ്പം ഞാനിവിടെ ക്യാരറ്റ് മിക്സ്ചർ ഒന്ന് അരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. മിക്സ്ചർ അങ്ങനെ തന്നെയും വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ ഗ്രീൻ മിക്സ്ചറും ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല കളർ കിട്ടാനായിട്ടാണത്. മുഴുവനായിട്ട് പേസ്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 3 കളർ ബാറ്റർ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിലേതെങ്കിലും ഒരു ബാറ്ററാണ് ഒഴിച്ച് ബേക്ക് ചെയ്യാനായിട്ട് പോകേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഈനോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ടിന്നെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തോട്ട് 1/3 പാർട്ടിൽ നമുക്ക് ഓറഞ്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് 5 മിനിറ്റ് അതൊന്ന് സ്റ്റീം ചെയ്യണം. 1/3 മാത്രമേ ബാറ്റർ ഒഴിക്കാവുള്ളൂ. അത് റൈസ് ചെയ്യുന്നതുകൊണ്ട് ബാക്കി കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ഒരു സ്റ്റീമറിനകത്ത് അത് വെച്ച് 5 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്യാം. ഇനി നമുക്ക് വൈറ്റ് ബാറ്റർ റെഡിയാക്കാം. 1/4 ടീസ്പൂൺ ഈനോ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓറഞ്ച് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വൈറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെയും നമുക്ക് 5 മിനിറ്റ് സ്റ്റീം ചെയ്യണം. 1/3 മാത്രമേ വൈറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, കൂടി പോകരുത്. അത് ടിന്നിൽ നിൽക്കാതെ വരും. നന്നായിട്ട് റൈസ് ചെയ്യും. നമ്മൾ ഈനോ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ ബാറ്ററിൽ നമുക്ക് 1/4 ടീസ്പൂൺ ഈനോ ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ വൈറ്റ് ലെയറും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രീൻ ബാറ്റർ റെഡിയാക്കി കൊടുക്കാം. നിറച്ചൊഴിക്കൽ, കുറച്ച് സ്ഥലം ബാക്കിയായിരിക്കണം. ഇനി ഇതൊരു 15-20 മിനിറ്റ്സ് അടച്ചു വെച്ച് നന്നായിട്ട് ബേക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്തോന്ന് അറിയാനായിട്ട് ഒരു സ്പൂണോ നൈഫോ വല്ലതും ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. സൈഡൊക്കെ കോർണറും ഒക്കെ ഒന്ന് ആദ്യം വിടിയിച്ച് കൊടുത്തിട്ട് അത് അപ്സൈഡ് ഡൗൺ ഒരു പ്ലേറ്റിലോട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ട്രൈ കളർ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി അല്ലെങ്കിൽ ധോക്ല റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ ഇഡ്ഡലിയാവും. അപ്പോൾ ഡോക്ലയ്ക്ക് വേണ്ടി നമുക്ക് അതൊന്ന് സീസണിങ് ചെയ്യണം. അതിന് വേണ്ടി കുറച്ച് ഓയിൽ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് മസ്റ്റാർഡ്, പിന്നെ കുറച്ച് ജീര, പിന്നെ കുറച്ച് വെള്ള കളറിലുള്ള എള്ള് ഇടുക, പിന്നെ നീളത്തിൽ കണ്ടിച്ചു വെച്ച കുറച്ച് ഗ്രീൻ ചില്ലി, പിന്നെ കറി ലീവ്സ്, പിന്നെ കുറച്ച് കായം, ഇത്രയും ചേർത്ത് ഇതിൻ്റെ മേളിൽ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഡോക്ലയും റെഡി ആയിട്ടുണ്ട്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഓയിലൊക്കെ എല്ലായിടത്തും നന്നായിട്ട് സോക്ക് ആകുന്ന പോലെ ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. കണ്ടോ, ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. എത്ര സോഫ്റ്റാണ്, നല്ല ടെക്സ്ചറിലെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈനോ ചേർത്ത് എപ്പോഴും നന്നായിട്ടേ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്കിത് ചെറിയ പീസായിട്ട് കണ്ടിച്ച് വെച്ച് സെർവ് ചെയ്യാം. അപ്പം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി. മേ ഗോഡ് ബ്ലെസ് യു.